ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്യാനിനെ കുറിച്ചാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക. സെന്റൻസുകളിൽ ക്യാൻ വരുമ്പോൾ അതെന്താവും? കഴിയും എന്നാവും. ഉദാഹരണം പറയാം. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം. എനിക്ക് പഠിക്കാൻ കഴിയും. ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് പഠിക്കാൻ കഴിയും. ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് ഓടാൻ കഴിയും. ഐ ക്യാൻ റൺ. അടുത്ത് നോക്കൂ. രാജുവിന് ബൈക്ക് ഓടിക്കാൻ കഴിയും. എങ്ങനെയാ പറയാ? രാജു ക്യാൻ റൈഡ് എ ബൈക്ക്. രാജുവിന് ബൈക്ക് ഓടിക്കാൻ കഴിയും. ഇതെല്ലാം എന്താണ്? പോസിറ്റീവ് സെന്റൻസുകളാണ്. ഇതെല്ലാം പോസിറ്റീവ് സെന്റൻസുകളാണ്. ഇതിനെ ഇനി നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പോസിറ്റീവ് സെന്റൻസുകൾ ആവുമ്പോഴാണ്. ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസുകൾ ആവുമ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ ക്യാനിന്റെ കൂടെ നോട്ട് ചേർക്കുക. ക്യാൻ പ്ലസ് നോട്ട് ഈക്വൽ ടു കനോട്ട്. അതായത് നമ്മൾ എങ്ങനെ എഴുതും? ക്യാനിന്റെ കൂടെ നെഗറ്റീവ് വരുമ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ ക്യാനിന്റെ കൂടെ നോട്ട് ചേർക്കുക. അപ്പോൾ കനോട്ട്. അതായത് നമ്മൾ എങ്ങനെ ഒരു കോണ്ട് അങ്ങനെയാണ് പറയാ. ഇത് എങ്ങനെയാ നമ്മൾ കോണ്ട് ഉപയോഗിച്ചിട്ട് എഴുതാന്ന് നോക്കാം. എനിക്ക് നീന്താൻ കഴിയില്ല. ഐ കാൺട് സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല. ഐ കാൺട് സ്വിം. എനിക്ക് പഠിക്കാൻ കഴിയില്ല. ഐ കാൺട് സ്റ്റഡി. എനിക്ക് ഓടാൻ കഴിയില്ല. ഐ കാൺട് റൺ. നെക്സ്റ്റ് നമുക്ക് ക്യാൻ വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യന്റെ രൂപത്തിലാകുമ്പോൾ എന്ത് വരും? ക്യാൻ കഴിയുമോ? ക്യാൻ എന്ത് വരും? കഴിയുമോ? എക്സാമ്പിൾ നമുക്ക് നോക്കാം. എനിക്ക് നീന്താൻ കഴിയുമോ? Can I swim? എനിക്ക് നീന്താൻ കഴിയുമോ? എനിക്ക് പഠിക്കാൻ കഴിയുമോ? Can I study? എനിക്ക് ഓടാൻ കഴിയുമോ? Can I run? അവൻ ഓടാൻ കഴിയുമോ? Can he run? ഇപ്പൊ നമ്മൾ ക്യാൻ വെച്ച് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തു. ക്യാൻ വെച്ച് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ ക്യാൻ ആദ്യം വരണം. അത്രയേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്യാൻ. ക്യാൻ പോസിറ്റീവ് സെന്റൻസിൽ വരുമ്പോൾ കഴിയും. നെഗറ്റീവ് സെന്റൻസിലേക്ക് വരുമ്പോൾ കഴിയില്ല. ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ കഴിയുമോ. മൂന്നും കൂടി ഒരുമിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഐ ക്യാൻ വാക്ക്. എനിക്ക് നടക്കാൻ കഴിയും. ഐ കാൺട് വാക്ക്. എനിക്ക് നടക്കാൻ കഴിയില്ല. ക്യാൻ ഐ വാക്ക്? എനിക്ക് നടക്കാൻ കഴിയുമോ? ഇതുപോലെ ഒരു 3 എക്സാമ്പിൾ നിങ്ങളും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.